ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. 2.5 പതിറ്റാണ്ട് മുൻപ് പ്രതീക്ഷകളുടെ ചിറക് വിരിച്ച് ആദ്യ വിമാനം പറന്നിറങ്ങിയപ്പോൾ മലബാർ വികസനത്തിന്റെ വിസിലാണ് മുഴങ്ങിയത്. മലബാറുകാരായ പ്രവാസികളുടെ പ്രധാന യാത്രാമാർഗമായ കരിപ്പൂർ വിമാനത്താവളം സംരക്ഷിക്കേണ്ടത് ഏവരുടെയും ആവശ്യമാണ്. 27 വർഷത്തിലേക്കുള്ള തിരിഞ്ഞോട്ടം. പ്രധാന വാർത്തകൾക്കു ശേഷം. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ KPCC ആഹ്വാനപ്രകാരം കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ ധർണാ സമരം. ക്ഷീര കർഷകരുടെയും ക്ഷീരസഹകരണ സംഘങ്ങളുടെയും സമഗ്ര വികസനം ലക്ഷ്യമാക്കി ക്ഷീരവികസന പദ്ധതികൾക്ക് തുടക്കം. തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾ നേരിടുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വറുതി നാളുകൾ. കാരണം മത്സ്യ ലഭ്യത കുറവ്. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ പന്നിയങ്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ കൂട്ടധർണ നടത്തി. KPCC ജനറൽ സെക്രട്ടറി KP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് പാർട്ടി കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ആരംഭിച്ചിട്ടുള്ള സമരങ്ങളുടെ 2ാം ഘട്ടമായാണ് കൂട്ടധർണ നടത്തിയത്. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ കോൺഗ്രസ് പാർട്ടി ആരംഭിച്ചിട്ടുള്ള സമരത്തിന്റെ 2ാം ഘട്ടം കേരളത്തിലെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുകയാണ്. ഇതിന്റെ ഭാഗമായി പന്നിയങ്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ കൂട്ടധർണ നടത്തി. സംസ്ഥാനത്തൊട്ടാകെ 250ഓളം കേന്ദ്രങ്ങളിലാണ് സമരം നടക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ വർഗീയവൽക്കരണ നയം ഉപേക്ഷിക്കുക, റബ്ബർ വിലത്തകർച്ച തടയാൻ അടിയന്തര നടപടി സ്വീകരിക്കുക, അന്തർദേശീയ വിപണി വിലക്കനുസരിച്ച് ഇന്ധനവില കുറയ്ക്കുക, വിലക്കയറ്റം തടയുക, ഭൂമി ഏറ്റെടുക്കൽ നിയമ ഭേദഗതി പിൻവലിക്കുക, തൊഴിലാളി വിരുദ്ധ തൊഴിൽ നിയമ ഭേദഗതി നീക്കത്തിൽ നിന്നും പിന്മാറുക, ഔഷധവില നിയന്ത്രണം പുനഃസ്ഥാപിക്കുക, മത്സ്യത്തൊഴിലാളി ദ്രോഹ നയം ഉപേക്ഷിക്കുക, ഡോക്ടർ മീനാകുമാരി കമ്മിറ്റി റിപ്പോർട്ട് തള്ളിക്കളയുക, വിമാനത്താവള വികസനത്തിൽ കേരളത്തോടുള്ള അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം ആരംഭിച്ചത്. KPCC ജനറൽ സെക്രട്ടറി KP അനിൽകുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്രമോദി അധികാരത്തിൽ ഇരുന്ന് 300 ദിനങ്ങൾ പിന്നിട്ടിരിക്കുന്നു. 300 ദിനങ്ങൾ പിന്നിടുമ്പോൾ ഈ നാട്ടിലെ സാധാരണക്കാരന് നല്ല ദിനങ്ങൾ വന്നോ ഇല്ലയോ എന്ന് പരിശോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഇതുപോലുള്ള ധർണകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് K ജയന്ത്, DCC ട്രഷറർ മനോളി ഹാഷിം, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് SK അബൂബക്കർ, പാലക്കണ്ടി മൊയ്തീൻ, മുൻ ഡെപ്യൂട്ടി മേയർ അഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ കോൺഗ്രസ് പാർട്ടി ആരംഭിച്ചിട്ടുള്ള സമരത്തിന്റെ 2ാം ഘട്ടമായാണ് കേരളത്തിലെ 280ഓളം മണ്ഡലങ്ങളിൽ പ്രതിഷേധ ധർണകൾ സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി ചേവായൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാരപ്പറമ്പ് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ കൂട്ടധർണ സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ വർഗീയവൽക്കരണ നയം ഉപേക്ഷിക്കുക, റബ്ബർ വിലത്തകർച്ച തടയാൻ അടിയന്തര നടപടി സ്വീകരിക്കുക, അന്തർദേശീയ വിപണി വിലയ്ക്കനുസരിച്ച് ഇന്ധനവില കുറയ്ക്കുക, വിലക്കയറ്റം തടയുക, ഭൂമി ഏറ്റെടുക്കൽ നിയമ ഭേദഗതി പിൻവലിക്കുക, തൊഴിലാളി വിരുദ്ധ തൊഴിൽ നിയമ ഭേദഗതി നീക്കത്തിൽ നിന്നും പിന്മാറുക, ഔഷധവില നിയന്ത്രണം പുനഃസ്ഥാപിക്കുക, മത്സ്യത്തൊഴിലാളി ദ്രോഹ നയം ഉപേക്ഷിക്കുക, ഡോക്ടർ മീനാകുമാരി റിപ്പോർട്ട് തള്ളിക്കളയുക, വിമാനത്താവള വികസനത്തിൽ കേരളത്തോടുള്ള അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം നടത്തിയത്. MP MK രാഘവൻ ധർണ ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് വേളയിൽ കള്ളപ്പണം തിരികെ കൊണ്ടുവരുമെന്ന് പ്രകടന പത്രികയിൽ വാഗ്ദാനം നൽകിയ BJP സർക്കാർ അധികാരത്തിലേറിയ ശേഷം ആ വാഗ്ദാനം ലംഘിച്ചതായി MP അഭിപ്രായപ്പെട്ടു. 60 ലക്ഷം കോടി രൂപയുടെ കള്ളപ്പണത്തിൽ അത് ഭൂരിപക്ഷവും കോൺഗ്രസ് നേതാക്കളുടെ പേരിലുള്ള കള്ളപ്പണമാണ് പറയുന്നത്. ലോകസഭയിൽ പല ഘട്ടങ്ങളിലുമായി ഞങ്ങൾ ചോദിച്ചു, ഒരു കോൺഗ്രസ് നേതാവിന് പേര് പറയാൻ സാധിക്കുമോ?
ചേവായർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കണ്ടീൽ ഗംഗാധരൻ പ്രതിഷേധ ധർണയിൽ അധ്യക്ഷത വഹിച്ച് സംസാരിച്ചു. DCC പ്രസിഡന്റ് KC അബു സ്വാഗതം പറഞ്ഞു. KV സുബ്രഹ്മണ്യൻ, PK ചാക്കോ, K ധർമ്മജൻ, മാമുക്കോയ, PT ജനാർദ്ദനൻ, KP ബാബു തുടങ്ങിയവർ ധർണയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്കും ക്ഷീരസഹകരണ വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന സമഗ്ര ക്ഷീരവികസന പദ്ധതികളുടെ ഉദ്ഘാടനം KDC ബാങ്ക് ഹെഡ് ഓഫീസിൽ നടന്നു. വായ്പകളുടെ വിതരണം നബാർഡ് ജനറൽ മാനേജർ N രമേശ് നിർവഹിച്ചു. KDC ബാങ്ക് പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. ക്ഷീര കർഷകരുടെയും ക്ഷീരസഹകരണ സംഘങ്ങളുടെയും സമഗ്ര വികസനം ലക്ഷ്യമാക്കി ക്ഷീരവികസന വകുപ്പും കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്കും സംയുക്തമായി നടപ്പിലാക്കുന്ന കാർഷികവും കാർഷികേതരവുമായ പദ്ധതിയാണിത്. ക്ഷീര കർഷകരുടെയും ക്ഷീര സഹകരണ സംഘം ജീവനക്കാരുടെയും ക്ഷേമവും സാമ്പത്തിക ഉന്നമനവും ക്ഷീരസംഘങ്ങളുടെ വികസനവുമാണ് പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത്. ക്ഷീര സഹകരണ സംഘങ്ങൾക്ക് കീഴിലുള്ള ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പുകൾ മുഖേന പശു വളർത്തലിന് വായ്പ അനുവദിക്കുക, ക്ഷീരസംഘങ്ങളുടെ അനുയോജ്യ സ്ഥലത്ത് ഓഫീസ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുക, ക്ഷീര സഹകരണ സംഘങ്ങളെയും ജീവനക്കാരെയും ബാങ്കിന്റെ ബിസിനസ് പാർട്ണർമാരാക്കുക തുടങ്ങിയവയാണ് പദ്ധതിയുടെ ഉദ്ദേശങ്ങൾ. പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുക, ഗ്രാമീണ കർഷകരുടെ ജീവിത നിലവാരം ഉയർത്തുക, ക്ഷീര സഹകരണ സംഘങ്ങളെ ശക്തിപ്പെടുത്തുക എന്നീ കാര്യങ്ങളും പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നു. പദ്ധതിയുടെ ഉദ്ഘാടനവും ക്ഷീര സഹകരണ സംഘങ്ങളിലെ JLGകൾക്കുള്ള വായ്പാ വിതരണ ഉദ്ഘാടനവും നബാർഡ് ജനറൽ മാനേജർ M രമേശ് നിർവഹിച്ചു. KDC ബാങ്ക് പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. നബാർഡ് GMനുള്ള ഉപഹാരം മനയത്ത് ചന്ദ്രൻ സമർപ്പിച്ചു. ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ജോഷി ജോസഫ്, നബാർഡ് DDM KP പത്മകുമാർ, കോഴിക്കോട് ലീഡ് ബാങ്ക് മാനേജർ ഭുവനദാസ്, KDC ബാങ്ക് ജനറൽ മാനേജർ അബ്ദുൾ മുജീബ്, ക്ഷീരപരിശീലന കേന്ദ്രം പ്രിൻസിപ്പൽ M പ്രകാശ്, കോഴിക്കോട് ജില്ലാ ക്ഷീരസഹകരണ സംഘം കൺസോർഷ്യം ചെയർമാൻ K സുരേന്ദ്രൻ, KDC ബാങ്ക് ഡെപ്യൂട്ടി ജനറൽ മാനേജർ VT ജയരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധങ്ങൾക്ക് നടുവിൽ അവതരിപ്പിക്കപ്പെട്ട കോർപ്പറേഷൻ ബജറ്റ് ചർച്ചാവേളയിലും ഭരണപക്ഷ പ്രതിപക്ഷ വാക്കേറ്റങ്ങൾ. കോർപ്പറേഷൻ കൌൺസിൽ ഹാളിലാണ് ചർച്ച നടന്നത്. ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങൾ മാത്രമാണെന്ന് പ്രതിപക്ഷവും കോർപ്പറേഷന്റെ സമഗ്രമായ വികസനമാണ് ലക്ഷ്യമെന്ന് ഭരണപക്ഷവും അഭിപ്രായപ്പെട്ടു. കോർപ്പറേഷൻ ബജറ്റ് ചർച്ച കോർപ്പറേഷൻ കൌൺസിൽ ഹാളിൽ നടന്നു. ബജറ്റ് ധനകാര്യ കമ്മിറ്റി പാസാക്കിയിട്ടില്ലെന്നും ബജറ്റിന് നിയമസാധ്യതയില്ലെന്നും പ്രതിപക്ഷം ആരോപിച്ചു. പ്രതിപക്ഷത്തു നിന്നും സംസാരിച്ച അംഗങ്ങളിലേറെയും ബജറ്റ് വെറും പ്രഖ്യാപനങ്ങൾ മാത്രമായി ഒതുങ്ങുമെന്നാണ് അഭിപ്രായപ്പെട്ടത്. വിജിലൻസ് കേസിൽ ഉൾപ്പെട്ട ഡെപ്യൂട്ടി മേയർ PT അബ്ദുൽ ലത്തീഫ് അവതരിപ്പിച്ച ബജറ്റിന്റെ ചർച്ചയിൽ പ്രതിപക്ഷം പങ്കെടുക്കുന്നത് ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം ഓർത്തിട്ടാണെന്നും പ്രതിപക്ഷ അംഗങ്ങൾ പറഞ്ഞു. ഒന്നും നടത്തിയിട്ടില്ല. കുടിവെള്ളം നമുക്കത് 2012 പാവപ്പെട്ട വീട്ടുകാർക്ക് കുടിവെള്ളത്തിന് പൈസ പ്രതിക്ക് ഒരു കുട്ടിക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ? ഒരു കുട്ടിക്ക് എന്നാൽ നിയമസഭയിൽ ബജറ്റ് ചർച്ചയിൽ പോലും പ്രതിപക്ഷം പങ്കെടുക്കാത്തതിനെയും കോർപ്പറേഷൻ കൌൺസിലിൽ അംഗങ്ങൾ വിമർശിച്ചു. കോഴിക്കോട് നഗരത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടത് എന്നും സ്ത്രീ ശാക്തീകരണം, മാലിന്യ സംസ്കരണ പദ്ധതികൾക്കും ഊന്നൽ നൽകിയുള്ള ബജറ്റാണ് അവതരിപ്പിച്ചതെന്നും ഭരണകക്ഷി അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. കരിപ്പൂർ വിമാനത്താവളത്തിലെ റൺവേയിൽ വിമാനമിറങ്ങാൻ തുടങ്ങിയിട്ട് 27 വർഷം പൂർത്തിയാവുന്നു. 1988 മാർച്ച് 23-നാണ് നിർമ്മാണ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കെ ആദ്യ വിമാനം പരീക്ഷണ പറക്കൽ നടത്തിയത്. വിമാനത്താവളം പ്രഖ്യാപിച്ച് 10 വർഷത്തിന് ശേഷമായിരുന്നു പരീക്ഷണ പറക്കൽ നടത്തിയത്. വിമാനത്താവളത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം ഇതേ വർഷം ഏപ്രിൽ 13-നാണ് നടന്നത്. മുംബൈയിലേക്ക് മാത്രമായിരുന്നു ആദ്യകാലത്ത് സർവീസ്. പിന്നീട് 92-ൽ ഷാർജയിലേക്കും റൺവേ വികസനത്തോടെ 2001-ൽ ജിദ്ദയിലേക്കും എയർ ഇന്ത്യ സർവീസ് ആരംഭിച്ചു. ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റായി കരിപ്പൂർ മാറ്റിയതും ഇതേ കാലയളവിൽ തന്നെയായിരുന്നു. 2006 ഫെബ്രുവരിയിലാണ് അന്താരാഷ്ട്ര വിമാനത്താവളമായി കരിപ്പൂരിനെ പ്രഖ്യാപിച്ചത്. ഇതോടെ വിദേശ വിമാന കമ്പനികളടക്കം കരിപ്പൂരിൽ നിന്നും സർവീസ് നടത്തി തുടങ്ങി. നിലവിൽ കരിപ്പൂരിൽ 400-ലധികം സർവീസുകളാണ് ആഴ്ചയിലുള്ളത്. 27-ാം വർഷത്തിൽ റൺവേ റീകാർപ്പറ്റിംഗിന്റെ പേരിൽ വിമാനങ്ങൾ തിരിച്ചുവിടുന്നതും പുനഃക്രമീകരിക്കുന്നതും വിവാദമായിരിക്കുകയാണ്. വിമാനത്താവളം തകർക്കാനുള്ള ചില ഗൂഢശക്തികളുടെ ശ്രമമാണ് ഇതിനു പിന്നിലെന്നാരോപിച്ച് വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ KSSPU കോർപ്പറേഷൻ സെൻട്രൽ ബ്ലോക്ക് വാർഷിക സമ്മേളനം അശോകപുരം സൈനിക ക്ഷേമ ഹാളിൽ നടന്നു. KSSPU ജില്ലാ ട്രഷറർ KP തോമസ് ഉദ്ഘാടനം ചെയ്തു. കൌൺസിൽ യോഗത്തിൽ സംഘടനയുടെ ഭാവി പരിപാടികളും ചർച്ച ചെയ്തു. KSSPU കോഴിക്കോട് കോർപ്പറേഷൻ വാർഷിക പൊതുയോഗ സമ്മേളനം അശോകപുരം സൈനിക ക്ഷേമ ഹാളിൽ നടന്നു. KSSPU ജില്ലാ ട്രഷറർ KP തോമസ് ഉദ്ഘാടനം ചെയ്തു. ഭരണാധികാരികളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വേണമെങ്കിൽ ചില മാറ്റങ്ങളോടുകൂടി
നമ്മൾ പെൻഷൻ കുറവ് വരുത്തുകയോ വന്നു കൂടായില്ല. നാളെ വരുമെന്ന് ഞാൻ പറയുന്നില്ല, വന്ന് കൂടായില്ല. ഒരു ഭീഷണി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നിൽക്കുന്നു. അതുപോലെ നമുക്കുള്ള ഒരു ബലം, വളരെ പ്രബലമായ ഒരു സംഘടന, വളരെ പ്രബലമായ ഒരു സംഘടന നമുക്കുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ബലം. ഇന്നിപ്പം അതിന്റെ ഐക്യത്തിനെയും തുറന്നം പക്കത്തക്കവണ്ണമുള്ള ചില ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് അത്ര വിജയിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സംഘടനയുടെ ഐക്യത്തെ നിലനിർത്തുകയും കൂടുതൽ ശക്തമായ പ്രവർത്തനമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടത് നമ്മുടെ ചുമതലയായി മാറിയിരിക്കുന്നു. പ്രസിഡന്റ് ഇ ശ്രീധരൻ അടിയോടി അധ്യക്ഷനായിരുന്നു. ജോയിന്റ് സെക്രട്ടറി പി ടി സദാനന്ദൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് നടന്ന ചർച്ചയിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ ശാന്തകുമാരി, ജില്ലാ പഞ്ചായത്ത് വികസന കമ്മിറ്റി ചെയർപേഴ്സൺ ടി കെ തങ്കമണി, പ്രൊഫസർ ഗ്ലാഡിസ് ഐസക് തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് നടന്ന കൌൺസിൽ യോഗത്തിൽ പ്രവർത്തന റിപ്പോർട്ട്, വരവ് ചെലവ് കണക്ക്, പുതിയ വർഷത്തെ ഭരണസമിതി തെരഞ്ഞെടുപ്പ്, പ്രമേയ ചർച്ച തുടങ്ങിയവ നടന്നു. പി പ്രേമചന്ദ്രൻ, എ രാജമോഹൻ നായർ, എം പി അസൈൻ, എം വി രവിരാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. For you, forever. Apollo Gold. Kozhikode, Tirur, Manjeri, Vadagara, Kannur. കല്യാൺ സിൽക്സിന്റെ തൊടുപുഴയിലെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടാ. ഇനിയിപ്പോ തർക്കിക്കാനൊന്നും നിൽക്കേണ്ട കടി. മാർച്ച് 25 നമ്മുടെ കുന്നംകുളത്ത് തന്നെ കല്യാൺ സിൽക്സ് വരിക. താമസിച്ച് മാർച്ച് 25 കുന്നംകുളത്താണെങ്കിൽ ഏപ്രിൽ 6 ആറ്റിങ്കലിലാണ് കല്യാൺ സിൽക്സിന്റെ ഇനോഗ്രേഷൻ. മാർച്ച് 25 കുന്നംകുളത്തും ഏപ്രിൽ 6 ആറ്റിങ്കലിലും ഉദ്ഘാടനം. കല്യാൺ സിൽക്സ് 21 ഷോറൂമുകൾ, 1 കോടിയിലേറെ മാംഗല്യങ്ങൾ, അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഷോറൂം ശൃംഖല. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. വാർത്തകൾ തുടരുന്നു. പട്ടികജാതി ഫണ്ടുകൾ ചെലവഴിക്കാത്തതിലും പട്ടികജാതിക്കാരുടെ പേരിലുള്ള മുഴുവൻ കടങ്ങളും എഴുതിത്തള്ളാത്തതിലും പ്രതിഷേധിച്ച് പട്ടികജാതി ക്ഷേമസമിതി നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. PKS ജില്ലാ സെക്രട്ടറി ഇ രമേശ് ബാബു ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതി ഫണ്ടുകൾ ചെലവഴിക്കാത്തതിലും പട്ടികജാതിക്കാരുടെ പേരിലുള്ള മുഴുവൻ കടങ്ങളും എഴുതിത്തള്ളാത്തതിലും പ്രതിഷേധിച്ചാണ് സംസ്ഥാന വ്യാപകമായി പട്ടികജാതി ക്ഷേമ സമിതി പ്രക്ഷോഭം നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി PKS നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സംഘടനാ ജില്ലാ സെക്രട്ടറി ഇ രമേശ് ബാബു ഉദ്ഘാടനം ചെയ്തു. ക്ഷേമസമിതിയുടെ നേതൃത്വത്തിൽ ഇതുപോലെ മാർച്ച് നടക്കുകയാണ്. ഈ മാർച്ചിന് ആധാരമായ 3 മുദ്രാവാക്യങ്ങളെ സംബന്ധിച്ചാണ് നേരത്തെ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് KM ശങ്കരൻ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി KP അനിൽകുമാർ, PK വേലായുധൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. മലപ്പുറം ജില്ലയിലെ തീരദേശ മേഖലയിൽ മത്സ്യത്തൊഴിലാളികൾ നേരിടുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വറുതിയുടെ നാളുകൾ. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് മത്സ്യലഭ്യതയുടെ കാര്യത്തിൽ വലിയ കുറവുണ്ടായിട്ടുണ്ടെന്നാണ് ഈ മേഖലയെ ആശ്രയിച്ച് കഴിയുന്നവർ പറയുന്നത്. സർക്കാർ നടപ്പാക്കാൻ പോകുന്ന മീനാകുമാരി കമ്മീഷൻ റിപ്പോർട്ടും തങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ഇവർ പറയുന്നത്. മലപ്പുറം ജില്ലയിലെ വിവിധ തീരദേശ പ്രദേശങ്ങളിലെ സ്ഥിതി ഇപ്രകാരമാണ്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകാനാകാതെ ദിവസങ്ങൾ തള്ളി നീക്കുന്നു. കടലിൽ വൻ ഇന്ധനത്തുക ചെലവഴിച്ചു പോയവർ വെറും കൈയോടെ തിരിച്ചുവരുന്നു. ഇതാണ് ഇന്ന് മത്സ്യത്തൊഴിലാളികളുടെ അവസ്ഥ. മുൻ വർഷങ്ങളിലൊന്നും ഇത്രത്തോളം മത്സ്യലഭ്യത കുറഞ്ഞിട്ടില്ലെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. പല വീടുകളും മുഴു പട്ടിണിയിലാണെന്നും ഇവർ പറയുന്നു. കഴിഞ്ഞ വർഷം, അതിന്റെ മുമ്പിലെ വർഷം, ഈ വർഷങ്ങളിൽ എല്ലാ കൊല്ലങ്ങളും ഈ സമയങ്ങളിലൊക്കെ മീൻ ധാരാളം ഉണ്ടാകുന്ന സമയങ്ങളാണ്. അപ്പൊ ഈ വർഷം വളരെ പരാജയമാണ്. ഒരു മീൻ ഇവിടെ ഉണ്ടാവില്ല. 4 മാസമായി ഒരു പണിയില്ലാതെ ഈ മേഖല ഉണങ്ങിക്കിടക്കുകയാണ്. തൊഴിലാളി കുടുംബങ്ങൾ വളരെയധികം പട്ടിണിയും ദാരിദ്ര്യത്തിലുമായി ഇപ്പൊ ജീവിച്ചുകൊണ്ട് പോവുകയാണ്. കാരണം മത്സ്യത്തൊഴിലാളികളുടെ കൂടുതൽ സ്വർണ്ണാഭരണങ്ങളും മറ്റേ ആധാരങ്ങളും എല്ലാം ബാങ്കിൽ പണയം വെച്ചിട്ടാണ് ഇപ്പോഴത്തെ ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ട്രോളിംഗ് നിരോധന കാലഘട്ടത്തിന് സമാനമായ പ്രതിസന്ധി നിലനിന്നിട്ടും മത്സ്യത്തൊഴിലാളികൾക്ക് ഇക്കാലയളവിൽ ഒരു സഹായവും സർക്കാർ തലത്തിൽ നിന്നും ലഭിക്കുന്നില്ല. വലിയ മത്സ്യബന്ധന യാനങ്ങൾ ഉൾക്കടലിൽ നിന്നും വ്യാപകമായ രീതിയിൽ ചെറു മത്സ്യങ്ങളെയടക്കം പിടിക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. വർഷങ്ങളായി മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ട് ജീവിക്കുന്ന ഇവർ ഇന്ന് വരുംകാലത്തെ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. പേവിഷബാധയേറ്റ പശുവിനെയും കശുകുട്ടിയെയും വടകര ചോറോട് പഞ്ചായത്തിൽ മരുന്ന് കുത്തിവെച്ചു കൊന്നു.
മോങ്ങോടുപാറയിൽ മണ്ടോടി രാമകൃഷ്ണന്റെ പശുവിനെയും കുട്ടിയെയുമാണ് കൊന്നത്. പേയിളകി പശു അക്രമ സ്വഭാവം കാണിക്കാൻ തുടങ്ങിയിരുന്നു. വെറ്റിനറി സർജന്റെ മേൽനോട്ടത്തിലാണ് കുത്തിവയ്പ് നൽകിയത്. പേയിളകിയ പശുവിനെയും കിടാവിനെയും കുത്തിവയ്പ് നൽകി കൊന്നു. ചോറോട് പഞ്ചായത്തിലെ മാങ്ങോട്ടുപാറ മണ്ടോടി രാമകൃഷ്ണന്റെ കന്നുകാലികളെയാണ് കൊന്നത്. ഞായറാഴ്ച രാവിലെയോടെയാണ് പശുവിന് അസ്വസ്ഥത കണ്ടു തുടങ്ങിയത്. ദഹന സംബന്ധമായ അസുഖമാണെന്ന് കരുതി രാമകൃഷ്ണൻ നാട്ടുമരുന്നുകൾ നൽകിയിരുന്നു. അതിനിടയിൽ കൈക്ക് മുറിവേറ്റു. എന്നാൽ വൈകിട്ടോടെ പശു കയർ മുറിക്കുകയും തൊഴുത്തിലെ തൂണുകൾ തകർക്കുകയും ചെയ്തു. തുടർന്ന് ചോറോട് വെറ്ററിനറി സർജൻ ഡോക്ടർ ഷീന സ്ഥലത്തെത്തി മയങ്ങാനുള്ള മരുന്ന് നൽകി. എന്നാൽ തിങ്കളാഴ്ച രാവിലെയോടെ പശു വീണ്ടും അക്രമകാരിയാവുകയായിരുന്നു. തുടർന്നാണ് കുത്തിവെച്ച് കൊല്ലാൻ തീരുമാനിച്ചത്. പശുവിന്റെയും കിടാവിന്റെയും മൃതദേഹങ്ങൾ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുഴിച്ചുമൂടി. പേവിഷബാധയ്ക്കുള്ള മരുന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ലഭ്യമല്ലാത്തതിനാൽ കൈക്ക് മുറിവേറ്റ വീട്ടുടമ രാമകൃഷ്ണനെ കുത്തിവെപ്പിനായി കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയി. പശുവിന്റെ പാൽ കഴിച്ചവരും ചാണകം തളിച്ചവരുമായ 30ഓളം പേർക്ക് വടകര ജില്ലാ ആശുപത്രിയിൽ നിന്ന് പ്രതിരോധ കുത്തിവെപ്പ് നൽകി. പേയിളകിയ കീരി കടിച്ചതാണ് കാരണമെന്ന് വെറ്ററിനറി സർജൻ പറഞ്ഞു. നായ്ക്കളിൽ നിന്നോ കുറുക്കന്മാരിൽ നിന്നോ ആവാം പേയിളകിയതെന്ന് കരുതുന്നു. ഈ സാഹചര്യത്തിൽ തെരുവ് നായ്ക്കളെയും കുറുക്കന്മാരെയും പിടികൂടാൻ ഗ്രാമപഞ്ചായത്ത് നടപടി ആരംഭിച്ചതായി പഞ്ചായത്ത് മെമ്പർ രാജേഷ് ചോറോട് പറഞ്ഞു. കേന്ദ്ര വെൽഫെയർ ഫണ്ടിൽ നിന്നും കിട്ടുന്ന ആനുകൂല്യം വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ബീഡി ആൻഡ് സിഗാർ വർക്കേഴ്സ് യൂണിയൻ വടകരയിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് കേന്ദ്രീകരിച്ച് ധർണ നടത്തി. CITU ജില്ലാ സെക്രട്ടറി A. കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. ബീഡി ആൻഡ് സിഗാർ വർക്കേഴ്സ് യൂണിയൻ വടകര താലൂക്ക് തലത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് ധർണ നടത്തി. ധർണ CITU കോഴിക്കോട് ജില്ലാ സെക്രട്ടറി A. കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. നയം മൂലം തൊഴിൽ നഷ്ടപ്പെടുന്നവർക്ക് അവരെ സംരക്ഷിക്കാൻ, അവരെ പുനരുദ്ധരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാനുള്ള ബാധ്യത സർക്കാർ. നമുക്കറിയാം, കേരളത്തിലും ഇന്ത്യയിലും പ്രകൃതി ദുരന്തത്തിന്റെ ഫലമായി ഒട്ടേറെ കഷ്ടനഷ്ടങ്ങളും ജീവഹാനിയും സംഭവിക്കുമ്പോൾ സർക്കാർ ആ മേഖലയിൽ ഇടപെട്ടുകൊണ്ട് അവരെ പുനരധിവസിപ്പിക്കുന്ന ചിത്രം നമ്മൾ കാണുന്നതാണ്. കേന്ദ്ര വെൽഫെയർ ഫണ്ടിൽ നിന്നും കിട്ടുന്ന ആനുകൂല്യം വർദ്ധിപ്പിക്കുക, മിനിമം കൂലി വർദ്ധിപ്പിക്കുക, 2000 രൂപ പെൻഷൻ പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. M. ഭാസ്കരൻ, K. സുകന്യ എന്നിവർ സംസാരിച്ചു. ധർണയ്ക്ക് ദീപ്തി ചന്ദ്രി, CK അരുന്ധതി, സുരജ എന്നിവർ നേതൃത്വം നൽകി. അരങ്ങ് സോഷ്യോ കൾച്ചർ ഓർഗനൈസേഷന്റെ 35ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന ബേപ്പൂർ വില്ലേജ് തല നഴ്സറി കലോത്സവ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. 1000-ലധികം കുരുന്നുകൾ മാറ്റുരയ്ക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിൽ ജീവകാരുണ്യ മേഖലയിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന CH ഇബ്രാഹിംകുട്ടിയെ ആദരിക്കും. ചരിഷ്മ ഗ്രൂപ്പ് ചെയർമാനും ദി കേരള പോസ്റ്റ് ന്യൂസ് പോർട്ടൽ ചെയർമാനുമായ CH ഇബ്രാഹിംകുട്ടിക്ക് രാഷ്ട്രീയ ഏകതാ പുരസ്കാരം, NRI ഗ്ലോബൽ അവാർഡ്, ജം സർവ് അവാർഡ്, മുംബൈ ഫോമ എക്സലൻസ് അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. ഏപ്രിൽ 5-ന് ബേപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, സിനിമാ രംഗത്തെ പ്രമുഖർ സംബന്ധിക്കും. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. For you, forever. Apollo Gold. Kozhikode, Tirur, Manjeri, Vadagara, Kannur. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഇതിഹാസമായ ധീര രക്തസാക്ഷി ഭഗത് സിംഗിനെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം തൂക്കിലേറ്റിയതിന്റെ 84ാം വാർഷിക ദിനം വിവിധ സംഘടനകൾ ആചരിച്ചു. AIDSO, AIDYO, മാസ് മൂവ്മെന്റ് ഫോർ സോഷ്യലിസ്റ്റ് ഓൾട്ടർനേറ്റീവ്, ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ, ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് യൂത്ത് ഓർഗനൈസേഷൻ തുടങ്ങിയ സംഘടനകളുടെ ആഭിമുഖ്യത്തിലാണ് ദിനാചരണ പരിപാടികൾ നടന്നത്. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഭഗത് സിംഗ് ദിനാചരണം സംഘടിപ്പിച്ചു. മതേതര സമാജം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിഡ്സം കോർണർ പരിസരത്ത് പൊതുയോഗം നടത്തി. MN കാരശ്ശേരി ഉദ്ഘാടനം ചെയ്തു. എനിക്ക് തോന്നുന്നത് ഈ രാഷ്ട്രീയക്കാരോട് നരേന്ദ്രമോദിക്കെതിരായിട്ട് ഒരു കാർട്ടൂൺ വന്നു,
ഒരു ലേഖനം വന്നു. എന്നത് കുന്നംകുളത്തെ കോളേജ് മാഗസിന്റെ സ്റ്റാഫ് എഡിറ്റർ അറസ്റ്റ് ചെയ്തു, പ്രിൻസിപ്പൽ അറസ്റ്റ് ചെയ്തു. ഇപ്പൊ കോളേജുകളുള്ള പ്രശ്നം സ്റ്റാഫ് എഡിറ്ററാവാൻ മാഷന്മാരെ കിട്ടുന്നില്ല കണ്ടോ. അതായത് ഇത് എവിടെ വരുന്നറിയോ? ഇത് പോലീസൊന്നും അറസ്റ്റ് ചെയ്യണ്ട. പോലീസ് വരുന്നത് തോന്നിയാൽ എന്റെ മനസ്സിൽ ഞാനും നിങ്ങളും അറിയാതെ ഞാൻ സ്വയം ഒരു എഡിറ്റിംഗ്, ഒരു സെൻസറിംഗ് നടത്തും. അഭിപ്രായ സ്വാതന്ത്ര്യം വിളംബരം എന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച നടത്തി. കെ അജയൻ അധ്യക്ഷനായിരുന്നു. സ്വാതന്ത്ര്യ സമര സേനാനി പി വാസു, ടി വി സുനിത, കെ പി രാജശേഖരൻ, ടി കെ അബ്ദുൾ അസീസ്, സലാം വട്ടോളി എന്നിവർ സംസാരിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഇതിഹാസം ഭഗത് സിംഗിനെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം തൂക്കിലേറ്റിയതിന്റെ 85ാം വാർഷികം വിവിധ പരിപാടികളോടെ മാസ് മൂവ്മെന്റ് ഫോർ സോഷ്യലിസ്റ്റ് ആൾട്ടർനേറ്റീവ് ആചരിച്ചു. കോഴിക്കോട് സിറ്റിയിൽ പ്രകടനവും പൊതുയോഗവും നടന്നു. നാളിതുവരെ ഭഗത് സിംഗിനെ ഒരു ഭീകരവാദിയായാണ് എല്ലാ സംഘടനകളും ചിത്രീകരിക്കുന്നത്. സ്വാതന്ത്ര്യ സമരത്തെ ഉത്തേജിപ്പിക്കുവാൻ ഭഗത് സിംഗ് നടത്തിയ അശ്രാന്ത പരിശ്രമങ്ങളെ തള്ളിക്കളയാനാണ് കൂട്ടർ ശ്രമിക്കുന്നത്. വർഗീയതയും മതഭ്രാന്തം വീർപ്പുമുട്ടിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ഭഗത് സിംഗിന്റെ ജീവിതവും പ്രവർത്തനവും ദർശനവും വരാനിരിക്കുന്ന ജനാധിപത്യ പ്രക്ഷോഭങ്ങളിലേക്ക് മാർഗമായിരിക്കുമെന്നും പൊതുയോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡോക്ടർ വി പ്രസാദ് പറഞ്ഞു. യോഗത്തിൽ പി ടി ഹരിദാസ് അധ്യക്ഷനായിരുന്നു. മുഹമ്മദ് സലീം, സുബീഷ് കൃഷ്ണൻ, പുഷ്പാങ്കദൻ, ജയമോഹൻ എന്നിവർ നേതൃത്വം നൽകി. ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷനും ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് യൂത്ത് ഓർഗനൈസേഷനും ചേർന്ന് നടത്തിയ അനുസ്മരണ യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് ടി ജെ ഡിക്സൺ അധ്യക്ഷം വഹിച്ചു. AIDY സംസ്ഥാന സെക്രട്ടറി എൻ കെ ബിജു, പി എം ശ്രീകുമാർ, പി കെ പ്രഭാഷ്, കെ റഹീം, ആർ മാളു, മണികണ്ഠൻ കോരപ്പുഴ എന്നിവർ സംസാരിച്ചു. ഒരു യഥാർത്ഥ റവല്യൂഷൻ പാർട്ടി, തൊഴിലാളി വർഗ വിപ്ലവ പാർട്ടി ഇന്ത്യയിൽ രൂപീകരിക്കുവാനുള്ള ആ ശ്രമത്തിൽ ബദ്ധശ്രദ്ധനായി മുഴുകിയിരിക്കുമ്പോഴാണ് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ എന്നേക്കുമായി ഇല്ലാതാക്കിയത്. വിശ്വ സംസ്കൃത പ്രതിഷ്ഠാനം നടത്തിയ പത്രാലയദ്വാര സംസ്കൃത പഠന പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു. അനുമോദന യോഗവും സർട്ടിഫിക്കറ്റ് വിതരണവും മാനേജർ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ സംസ്കൃതി ഭാരതി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഡോക്ടർ പി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. വിശ്വ സംസ്കൃത പ്രതിഷ്ഠാനം നടത്തിയ പത്രലയദ്വാര സംസ്കൃത പഠന പരീക്ഷകളിൽ കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഉന്നത വിജയം നേടിയവർക്കുള്ള അനുമോദനവും സർട്ടിഫിക്കറ്റ് വിതരണവും മാനേജർ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്നു. ഇതോടൊപ്പം പ്രകാശന വിഭാഗം തയ്യാറാക്കിയ ആർ ഹരിയുടെ ലൌകിക ന്യായാഞ്ജലി, കെ രഞ്ജിത്തിന്റെ പദ്യരത്നാവലി എന്നീ 2 പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മവും നിർവഹിച്ചു. സംസ്കൃത ഭാരതി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഡോക്ടർ പി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. സംസ്കൃത സപ്താഹ ഇതി ഏക സപ്താഹം, ഒരാഴ്ച തല സംസ്കൃത സപ്താഹ രൂപേണ കേന്ദ്ര സർവകാരദ്വാര किञ्चित् वर्षतः कार्यक्रमाः प्रचलन्ति. एतत् वर्षे तत् सम्बन्धी एक पत्रं विद्यालयेषु प्रेषितम् इति विवादः अभवत्. അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള പുസ്തകം പ്രകാശനം ചെയ്തു. ജന്മഭൂമി ദിനപത്രം ബ്യൂറോ ചീഫ് എം ബാലകൃഷ്ണൻ പുസ്തകം ഏറ്റുവാങ്ങി. സംസ്കൃത പഠന കേന്ദ്രം ഡയറക്ടർ പട്ടേൽ പ്രഭാകരൻ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ഡോക്ടർ എ ത്യാഗരാജൻ അധ്യക്ഷനായിരുന്നു. വി കെ രാജേഷ്, പത്രലയദ്വാര സംസ്കൃതം സംയോജകൻ വി പ്രേമരാജൻ എന്നിവർ സംസാരിച്ചു. കേരളം നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ MLA-മാർ നടത്തിയ കാടത്വത്തിനെതിരെ അടിയന്തരാവസ്ഥ പീഡിത സംഘടനയും സോഷ്യലിസ്റ്റ് ജനതാദളും കൂട്ടധർണ നടത്തി. കോഴിക്കോട് കിഡ്സൺ കോർണറിൽ നടത്തിയ ധർണ ധീരവസഭ സംസ്ഥാന നേതാവ് വെള്ളയിൽ സഹദേവൻ ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ കേരള നിയമസഭയിൽ ഭരണപ്രതിപക്ഷ ഭേദമന്യേ നടത്തിയ കാടത്തത്തിനെതിരെ അടിയന്തരാവസ്ഥ പീഡിത സംഘടനയുടെയും സോഷ്യലിസ്റ്റ് ജനതാദൾ വിഭാഗം സംയുക്ത ആഭിമുഖ്യത്തിൽ കോഴിക്കോട് കിഡ്സൺ കോർണറിന് സമീപം കൂട്ട ധർണ സംഘടിപ്പിച്ചു. ധീവരസഭ സംസ്ഥാന നേതാവ് വെള്ളയിൽ സഹദേവൻ ഉദ്ഘാടനം ചെയ്തു. വി രാജേന്ദ്രൻ, സതീഷ് ചന്ദ്രൻ, MP ജോയ്, കൂത്താളി അഹമ്മദ്, KK ബാലൻ, രാധ വാസുദേവൻ, ശോഭ അയ്യർ, കുന്നമംഗലം ബാലകൃഷ്ണൻ നായർ, അഡ്വക്കേറ്റ് ഷീജാമണി, അഡ്വക്കേറ്റ് ശ്രീജിത്ത്, അഡ്വക്കേറ്റ് പ്രേംലാൽ, അഡ്വക്കേറ്റ് രത്നകുമാരി, കിഴക്കേമഠം രാധ ടീച്ചർ, വത്സൻ നെല്ലിക്കോട്, ഭക്തവത്സലൻ, കാമ്പ്രം വാസുദേവൻ, പ്രഭാകരൻ നമ്പ്യാർ, സ്നേഹരാജ്, TH വത്സരാജ്, ബാബു കൈനാട്ടി, ജമാൽ അമ്പലത്തറ, ലത്തീഫ് ചെമ്പകശ്ശേരി എന്നിവർ സംബന്ധിച്ചു. അടിയന്തരാവസ്ഥ പീഡിത സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി വടകര വിജയൻ ആമുഖ പ്രഭാഷണം നടത്തി. സോഷ്യലിസ്റ്റ് ജനതാദൾ സംസ്ഥാന സെക്രട്ടറി കളത്തിങ്കൽ സുരേഷ് കുമാർ അധ്യക്ഷം വഹിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. താളകം മ്യൂസിക് നൈറ്റ് 2015ന്റെ ഭാഗമായി പ്രമുഖ മ്യൂസിക് ബാൻഡായ തൈക്കോടം ബ്രിഡ്ജ് മ്യൂസിക് കൺസേർട്ട് സംഘടിപ്പിക്കുന്നു.
സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ സജീവ സാന്നിധ്യമായ താളകം ലൈബ്രറി ആൻഡ് ഗൈഡൻസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ 5 ഈസ്റ്റർ ദിനത്തിൽ വൈകിട്ട് 6 മണിക്ക് പയ്യോളി EK നായനാർ സ്റ്റേഡിയത്തിൽ വെച്ചാണ് തൈക്കൂടം ബ്രിഡ്ജ് ലൈവ് പ്രോഗ്രാം നടത്തുന്നത്. ലൈബ്രറി ബിൽഡിംഗ് നിർമ്മിക്കുന്നതിനും ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുമായി ധനസമാഹരണാർത്ഥം നടത്തുന്ന പ്രോഗ്രാമിൽ ജില്ലയ്ക്ക് അകത്തും പുറത്തുനിന്നുമായി നിരവധി സംഗീതാസ്വാദകർ എത്തിച്ചേരുമെന്ന് താളകം സാരഥികൾ പറഞ്ഞു. ബേപ്പൂർ തുറമുഖത്തെ വാർഫിൽ ഇന്റർസെപ്റ്റർ ബോട്ട് ഇറക്കുന്നതിനിടെ മൊബൈൽ ക്രെയിൻ മറിഞ്ഞ് ഓപ്പറേറ്റർ രമേശ് ബാബുവിന് പരിക്കേറ്റു. തുറമുഖത്തെ 2 മൊബൈൽ ക്രെയിനുകൾ ഉപയോഗിച്ച് രമേശ് ബാബു കോസ്റ്റൽ ബോട്ട് പുഴയിൽ ഇറക്കിക്കൊണ്ടിരിക്കവെയാണ് ക്രെയിൻ മറിഞ്ഞത്. ഇദ്ദേഹത്തെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേരളത്തിൽ UAPA പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ടവരെക്കുറിച്ചും കേസുകളെക്കുറിച്ചും പ്രമുഖ ഡോക്യുമെന്ററി സംവിധായകനും മനുഷ്യാവകാശ പ്രവർത്തകനുമായ ഗോപാൽ മേനോൻ സംവിധാനം ചെയ്ത് സോൾഡാറ്റ് നിർമ്മാണം പൂർത്തിയാക്കിയ പിന്നെ അവർ എന്നെ തേടി വന്നു എന്ന ഡോക്യുമെന്ററി പ്രകാശനം ചെയ്യുന്നു. മാർച്ച് 25 ബുധനാഴ്ച പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തക ടീസ്റ്റ സത്തൽവാദ് നിർവഹിക്കും. വൈകിട്ട് 5 കോഴിക്കോട് KP കേശവൻ ഹാളിൽ വെച്ചാണ് ചടങ്ങ് നടക്കുകയെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചു. ബേപ്പൂർ പോലീസ് സ്റ്റേഷൻ ജനമൈത്രി സുരക്ഷാ പദ്ധതിക്ക് കീഴിൽ സ്ത്രീ സുരക്ഷാ സംരക്ഷണ വാരം ആചരിച്ചു. ബേപ്പൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി ചെറുവണ്ണ നിലളം സബ് ഇൻസ്പെക്ടർ T സജീവൻ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീ സുരക്ഷ, സാമൂഹിക യാഥാർത്ഥ്യവും നിയമപരമായ സംരക്ഷണവും എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് PM ആതിര മുഖ്യപ്രഭാഷണം നടത്തി. ബേപ്പൂർ സബ് ഇൻസ്പെക്ടർ AP ജയകുമാർ അധ്യക്ഷനായിരുന്നു. വനിതാ സിവിൽ പോലീസ് ഓഫീസർ ഹാജിറ P, കൌൺസിലർ P ജലജ, MP പത്മനാഭൻ, സാലി മേച്ചേരി, ഷിബു എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ KPCC ആഹ്വാനപ്രകാരം കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ ധർണാ സമരം. ക്ഷീര കർഷകരുടെയും ക്ഷീര സഹകരണ സംഘങ്ങളുടെയും സമഗ്ര വികസനം ലക്ഷ്യമാക്കി ക്ഷീര വികസന പദ്ധതികൾക്ക് തുടക്കം. തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾ നേരിടുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വറുതി നാളുകൾ. കാരണം മത്സ്യ ലഭ്യത കുറവ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ.